മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി വെജിറ്റേറിയൻസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അച്ചാർ. ഇതൊരു മുളക് അച്ചാറാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് നോൺ വെജിറ്റേറിയൻ കപ്പയായിരുന്നു അല്ലേ? അപ്പോൾ ഇനി വെജിറ്റേറിയൻസ് എങ്ങനെ കപ്പ കഴിക്കും? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ കാര്യം ഉണ്ടാക്കുന്നത്. പുഴുങ്ങിയ കപ്പയുടെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മളുടെ മുളകച്ചാർ. ഈ മുളകച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക് 150 ഗ്രാം വട്ടത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. ചെറിയ ഉള്ളി 150 ഗ്രാം വട്ടത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. മുളക് പൊടി 1 ടീസ്പൂൺ. പുളി ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുക്കുക. വെള്ളം 1 കപ്പ്. കായപ്പൊടി 1/2 ടീസ്പൂൺ. ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ. കടുക് 1 ടീസ്പൂൺ. വറ്റൽമുളക് 2, 3, 4. കറിവേപ്പില ആവശ്യത്തിന്. പഞ്ചസാര 1 ടീസ്പൂൺ. ഇനി നമ്മളുടെ മുളക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല സ്പൈസി അച്ചാറാണ്, നല്ല എരിവുള്ള നല്ല പച്ചമുളകിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പ് കത്തിക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മാക്സിമം. എണ്ണ നല്ല ചൂടാകട്ടെ. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില. സാധാരണ നമ്മൾ ചെയ്യുന്ന താളിക്കലാണ് ആദ്യം. അപ്പോൾ പുളി നമ്മൾ ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് അരിച്ചു വയ്ക്കുക. എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് കടുക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളക് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടട്ടെ. ഇനി കറിവേപ്പില കുറച്ച് മാറി നിന്നിടാം. 2 തണ്ട് കറിവേപ്പില. തീ അല്പം ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് പച്ചമുളക്, ചെറിയ ഉള്ളി 150 ഗ്രാം പച്ചമുളകും വട്ടത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വട്ടത്തിന് കനം കുറച്ച് മുറിച്ചത് 150 ഗ്രാം. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു? ഈക്വൽ ക്വാണ്ടിറ്റി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴണ്ട് നിറം മാറി വരണം. എണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ ഇച്ചിരി ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വരെ ആകാമെന്ന് പറഞ്ഞെങ്കിലും 3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇതൊരു അച്ചാറല്ലേ. അപ്പോൾ ഇച്ചിരി എണ്ണ മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്. എന്തായാലും നിറം ഒന്ന് മാറട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ മുളകെല്ലാം പാകത്തിന് വഴണ്ടു. ചെറിയ ഉള്ളിയും വഴണ്ടിട്ടുണ്ട്. അപ്പം നിറം മാറാൻ തുടങ്ങുന്ന ഒരു പാകം. ഇത് ശരിക്കും വഴറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കും നല്ലതായിട്ട് ചുമ വരും. കാര്യം മുളകാണേ, മുളകിൻ്റെ ആ ഒരു എരിവ്, ആ കുത്തലിങ്ങനെ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ കയറി വരും. സാരമില്ല, പക്ഷെ അതിൻ്റെ സ്വാദ് കാര്യം ആലോചിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എന്തായാലും ഇതൊരു മുളകിൻ്റെ എരിവൊക്കെ ധാരാളം ഉണ്ട്. എന്തിനാ ഈ മുളക് പൊടി എന്നല്ലേ? ചെറിയൊരു കളറിനാണ്, ഒരു ലൈറ്റ് ഒരു റെഡിഷ് കളറും കൂടി കിട്ടും. ഇനി എന്താണ്? ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം, ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് കുറച്ചുകൂടി ഒന്ന് വറ്റണം. അപ്പോൾ ഏതാണ്ട് വെള്ളം വറ്റാറായി. അപ്പോൾ തീ ഒരല്പം കുറച്ചിട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, കുറച്ച് കായപ്പൊടി, ഒരു 1/4 പിച്ചറൂടെ കായപ്പൊടി, മാക്സിമം അര തികച്ച് വേണ്ട എങ്കിലും. അതുപോലെ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവ 1/4 ടീസ്പൂൺ, അതും കൂടി ചേർക്കാം. രണ്ടും ലേശം നല്ലൊരു മണം, അച്ചാറിൻ്റെ മണം വരണ്ടേ. കായോ ഉലുവയൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് വരുള്ളൂ. ഇനി ഇത് കംപ്ലീറ്റ് മുളകാണല്ലോ, ഒരല്പം ബാലൻസ്, അതിൻ്റെ ഭയങ്കരമായ കുത്തൽ മാറാനായിട്ട് കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര. അങ്ങനെ നമ്മളുടെ
സ്പൈസി മുളക് അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല എരിവും രുചിയും പുളിയൊക്കെയുള്ളൊരു അച്ചാറാണിത്. നല്ല വേഗുന്ന കപ്പയുടെ കൂടെ സൈഡിൽ വെച്ച് കഴിച്ചു നോക്കൂ, മുക്കി മുക്കി കഴിച്ചു നോക്കൂ, എന്തൊരു സ്വാദായിരിക്കും. കപ്പ മാത്രമല്ല, നല്ല പച്ച ചക്ക പുഴുങ്ങിയത്, ഇങ്ങനെയുള്ള ഏത് കാര്യത്തിനും നല്ലതായിരിക്കും. പിന്നെ ദോശയുടെ കൂടെ ഒരു ചട്നി പോലെ വേണമെങ്കിൽ കഴിക്കാം. ഇത് 2-3-4 ദിവസം ഇരുന്നാലും കേടാകില്ല. സൂക്ഷിച്ച് കുപ്പിയിലാക്കി വെക്കുക, ആവശ്യാനുസരണം ഉപയോഗിക്കുക. ഇരിക്കുന്നതോറും അതിൻ്റെ സ്വാദ് കൂടും. അപ്പോൾ ഫ്രഷായിട്ട് നമുക്ക് ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ കഴിക്കാൻ പറ്റിയൊരു അച്ചാറാണ്. നാളെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ രുചികരമായിരിക്കും. അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും രുചി കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എളുപ്പത്തിൽ തന്നെ ഞാനൊരു അച്ചാർ തയ്യാറാക്കി കഴിഞ്ഞു. ഇതെന്താണ്? മുളക് അച്ചാർ, നല്ല എരിവുള്ള മുളക് അച്ചാർ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇത് കുപ്പിയിലാക്കി സൂക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കഴിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വളരെ നാടനായിട്ടുള്ള, നമുക്ക് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദേറിയ ഒരു വിഭവമായിരുന്നു. കപ്പയും ചിക്കനും ചേർന്ന് വന്ന ചിക്കൻ ചമ്പ. തീർച്ചയായിട്ടും പരീക്ഷിക്കാം. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിലും വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണത്. നല്ല മുളകച്ചാറ്. കപ്പ മാത്രമല്ല, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആമിലൂടെ കാണാം.